അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് KGS4 മാത്സിലെ മൊഡ്യൂൾ 1-ലെ ഗ്രാഫ്സ് ആൻഡ് ഇറ്റ്സ് ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് എ ഗ്രാഫ് എന്താണെന്നാണ്. ഒരു ഗ്രാഫിനെ നമ്മൾ എഴുതുന്നത് G = V, E എന്ന് പറഞ്ഞ ഫോമിലാണ്. V ഈസ് എ സെറ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് E ഈസ് ദ സെറ്റ് ഓഫ് എഡ്ജസ്. അപ്പോൾ അതാണ് ഒരു ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് G = V, E കൺസിസ്റ്റ് ഓഫ് ടു സെറ്റ്സ്. One is a vertex set which contains the number of vertices set V1, V2 to Vn vare, and the other set is the edge set which contains the number of edges from set E1 to set En vare. ഇങ്ങനെയാണ് നമുക്കൊരു ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറയാൻ പറ്റുക. ഒരു ഗ്രാഫിൻ്റെ എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. വെർട്ടെക്സിനെയൊക്കെ നമ്മൾ പോയിൻറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എഡ്ജസിനെയൊക്കെ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദീസ് വെർട്ടീസ് ആയിട്ടാണ്. എന്നിട്ട് ഈ വെർട്ടെക്സിന് നമ്മൾ V1, V2 അങ്ങനെ നെയിം ചെയ്തിട്ടുണ്ട്. എഡ്ജസിനും E1, E2 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും സിമ്പിളായിട്ടൊരു ഗ്രാഫ് വരയ്ക്കാം. ഒരു സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഇതൊക്കെ ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 6 വെർട്ടീസസ് ഉള്ളതുകൊണ്ട് V = set V1 to V6 എന്ന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ E10 ആണ്. അതുകൊണ്ടാണ് E = set E1 to E10 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വിത്ത് 6 വെർട്ടീസസ് ആൻഡ് 10 എഡ്ജസ്. നമുക്ക് അങ്ങനെ എക്സാമ്പിൾസ് ആയിട്ട് ഗ്രാഫ് വിത്ത് 2 വെർട്ടീസസ് ആൻഡ് 1 എഡ്ജ് അങ്ങനെ എല്ലാം ഗ്രാഫുകളായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇനി വെർട്ടീസസിനെ നമ്മൾ ഇടയ്ക്ക് നോട്ട്സ് എന്നും ഡോട്ട്സ് എന്നും പറയാറുണ്ട്. ഇനി എൻഡ് വെർട്ടീസസ് എന്താണെന്ന് വെച്ചാൽ ഒരു എഡ്ജിന് 2 വെർട്ടെക്സ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും ഉണ്ടാവും, എൻഡിങ് വെർട്ടെക്സും ഉണ്ടാവും. ഇവിടെ E10, V4, V6 ഉണ്ടാവും. ഈ 2 വെർട്ടീസസിനെ പറയുന്ന പേരാണ് എൻഡ് വെർട്ടീസസ് എന്ന് പറയുന്നത്. അതായത് ആൻ എഡ്ജ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആൻ അൺഓർഡേർഡ് പെയർ ഓഫ് വെർട്ടീസസ് VI, VJ. Then that VI and VJ are called as the end vertices of that edge. ഇവിടെ E9ൻ്റെ end vertices എന്ന് പറയുന്നത് V5ഉം V4ഉം ആണ്. E1ൻ്റെ end vertices എന്ന് പറയുന്നത് V1ഉം V2 ആണ്. അതായത് ആ എഡ്ജ് ഫോം ചെയ്യുന്ന വെർട്ടീസസ്, സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും എൻഡിങ് വെർട്ടെക്സിനെയാണ് നമ്മൾ പറയുന്നത് എൻഡ് വെർട്ടീസസ് എന്ന്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽഫ് ലൂപ്പ്. സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്ന E4 ആണ് സെൽഫ് ലൂപ്പ്. അതായത് ആൻ എഡ്ജ് വിച്ച് ഹാസ് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ് ആസ് സെയിം ആസ് എ വെർട്ടെക്സ് കണക്ട് ടു ഇറ്റ് സെൽഫ്. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും സെയിം ആയിരിക്കും. അങ്ങനെയുള്ളൊരു എഡ്ജിനെയാണ് എന്ത് പറയുക, സെൽഫ് ലൂപ്പ് എന്ന് പറയുക. പിന്നെ ഉള്ളത് പാരലൽ എഡ്ജസ്. പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ E3ഉം E4ഉം ആണ് പാരലൽ എഡ്ജസ്. കാരണം E3ൻ്റെ എൻഡ് വെർട്ടീസും E4ൻ്റെ എൻഡ് വെർട്ടീസസും സെയിം ആണ്. E3യുടെ എൻഡ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ V3ഉം V2 ആണ്. അതുപോലെ E4ൻ്റെ എൻഡ് വെർട്ടീസസ് എന്ന് പറഞ്ഞാലും V3ഉം V2 ആണ്. അതായത് 2 or more edges having the same end vertices is called as the parallel edges. ഇനി അടുത്തത് ഒരു സിമ്പിൾ ഗ്രാഫ് എന്താണ്. ഒരു സിമ്പിൾ ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാഫാണ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ parallel edges or self loops. That is, a graph which has neither parallel edges or nor self loops is called as a simple graph. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ മുകളിൽ കണ്ടല്ലോ ലൂപ്പ്, പാരലൽ എഡ്ജസ് ഒക്കെ, ഇതൊന്നുമില്ലാത്ത ഒരു സിമ്പിളായുള്ള ഗ്രാഫിനെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുക. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ തന്നെ പാരലൽ എഡ്ജസോ സെൽഫ് ലൂപ്സോ ഇല്ല. അതൊന്നും ഇല്ലാത്ത ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഗ്രാഫ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഗ്രാഫ് ഓർ മൾട്ടി ഗ്രാഫാണ്. എന്ന് വെച്ചാൽ സെൽഫ് ലൂപ്സും പാരലൽ എഡ്ജസോ അല്ലെങ്കിൽ അത് രണ്ടും ഉണ്ടാകുന്ന ഗ്രാഫിനെയാണ് ജനറൽ ഗ്രാഫ് അല്ലെങ്കിൽ മൾട്ടി ഗ്രാഫ് എന്ന് പറയും. ഒന്നല്ലെങ്കിൽ പാരലൽ എഡ്ജസ് വരാം, അല്ലെങ്കിൽ സെൽഫ് ലൂപ്സ് വരാം, അല്ലെങ്കിൽ അത് രണ്ടും വരാം. കാരണം എന്താണ്, ഒരു കണ്ടീഷൻ വന്നാൽ തന്നെ അത് സിമ്പിൾ ഗ്രാഫ് അല്ലാതെയായി. അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ഗ്രാഫ് അല്ലെങ്കിൽ മൾട്ടി ഗ്രാഫ് എന്ന്. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെ E7, E6 പാരലൽ എഡ്ജസ് ആണ്, E10, E11 പാരലൽ എഡ്ജസ് ആണ്, E5 സെൽഫ് ലൂപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ ജനറൽ ഗ്രാഫ് അല്ലെങ്കിൽ മൾട്ടി ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്, ഒരു ഗ്രാഫിൽ അതിൻ്റെ സൈസ് ലോങ് ആണോ ഷോർട്ട് ആണോ അല്ലെങ്കിൽ കർവ്ഡ് ലൈൻ ആണോ സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്നതൊക്കെ ഇമ്മറ്റീരിയലാണ്. ഈ 2 ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 എഡ്ജസ് കാണിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ്. സെക്കൻഡ് ഗ്രാഫിൽ കർവ്ഡ് ലൈൻസ് ആയിട്ടാണ്. പക്ഷേ രണ്ടിൻ്റെയും കണക്ഷൻസ് സെയിം ആണ്. എല്ലാ എഡ്ജസും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. 2 to 3ലേക്ക് സെയിം ഗ്രാഫിൽ 2 എണ്ണത്തിലും കണക്ഷൻസ് പോകുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം ഒരു ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ആണോ കർവ്ഡ് ലൈൻ ആണോ അതോ ലോങ് ആണോ ഷോർട്ട് ആണോ എന്നുള്ളതൊന്നും ബാധിക്കുന്നില്ല. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.